നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സുകാർക്ക് സ്ഥിര സർക്കാർ ജോലി കൂടാതെ നിരവധി ജോലി ഒഴിവുകളും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരള ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡിൽ വാച്ച്മാൻ റിക്രൂട്ട്മെൻറ്റ് കേരള PSC മുഖേന നേരിട്ട് നടത്തുന്ന നിയമനമാണിത്. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 16,500 രൂപ മുതൽ 37,500 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം. ഭിന്നശേഷി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി ജൂൺ 4 മുമ്പായി അപേക്ഷ നൽകണം. വിശദമായ വിജ്ഞാപനം ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിരിക്കുന്നു. അത് വായിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. 2 PWD ലൈൻമാൻ റിക്രൂട്ട്മെൻറ്റ് കൈനിറയെ ശമ്പളം. PWD പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ലൈൻമാൻ തസ്തികയിലേക്കുള്ള കേരള PSC റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. വിവിധ ജില്ലകളിലായാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 32/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 26,500 രൂപ മുതൽ 60,700 രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. പുറമെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും 1 വർഷത്തിൽ കുറയാത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്, സിറ്റി ആൻഡ് ഗിൽഡ്സ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർമീഡിയറ്റ് ഗ്രേഡ് AC 31/3/1985 ശേഷം നൽകിയ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കില്ല. ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ KGT അല്ലെങ്കിൽ MGT സർട്ടിഫിക്കറ്റ് ഹയർ. വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും ഇലക്ട്രീഷ്യനായോ ലൈൻമാനായോ ലഭിച്ചിട്ടുള്ള ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ നൽകണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്തും അല്ലെങ്കിൽ നേരിട്ട് പ്രൊഫൈൽ സന്ദർശിച്ചും അപേക്ഷ നൽകാം. സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അവസാന തീയതി ജൂൺ 4. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് ജോലി സ്വപ്നമാണോ? 10ാം ക്ലാസ് പാസ്സായാൽ മതി. കേരളത്തിലും ഒഴിവുകൾ. വിവിധ ബാങ്കുകൾ 1000ഓളം ഒഴിവുകൾ നികത്താനായി റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടത്തുന്നു. യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ വിഭാഗങ്ങൾക്ക് കീഴിലാണ് നിയമനം നടത്തുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ ബിരുദ യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിൽ 500 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
JMGS 1 വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് മാനേജർ ക്രെഡിറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ IT തസ്തികകളിലേക്കാണ് നിയമനം. 2 തസ്തികകളിലും 250 ഒഴിവുകൾ വീതമാണുള്ളത്. അസിസ്റ്റൻറ്റ് മാനേജറായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 48,480 രൂപ മുതൽ 85,000 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും CA, CMA, ICW, CS അല്ലെങ്കിൽ 60% മാർക്കോടെ പട്ടികവിഭാഗം OBC വിഭാഗക്കാർക്ക് 55% മാർക്കോടെ ഫിനാൻസ് സ്പെഷ്യലൈസേഷനിൽ MBA, MMS, PGDM, PGDBM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പബ്ലിക് സെക്ടർ ബാങ്കുകളിലോ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് അഭികാമ്യം. അസിസ്റ്റൻറ്റ് മാനേജർ IT തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് AI, സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ BE, BTech, MCA, MSc, IT, MS, MTech 5 വർഷ ഇൻ്റർഗ്രേറ്റഡ് MTech ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട IT ഡൊമൈനുകളിൽ 1 വർഷത്തെ യോഗ്യതാനന്തര പരിചയം നിർബന്ധമാണ്. അപേക്ഷകരുടെ പ്രായപരിധി 22 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. മെയ് 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അർഹരായ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത്. അപേക്ഷകർ 1,180 രൂപ ഫീസടയ്ക്കണം. പട്ടികവിഭാഗം ഭിന്നശേഷിക്കാർക്ക് 177 രൂപ അടച്ചാൽ മതി. വിശദ വിവരങ്ങൾക്ക് www.unionbankofindia.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പിയൂൺ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആകെയുള്ള 500 ഒഴിവുകളിൽ 19 കേരളത്തിലാണ്. 10ാം ക്ലാസ് ജയം, അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകരുടെ പ്രായപരിധി 18നും 26നും ഇടയിലായിരിക്കണം. പ്രായപരിധിയിൽ പട്ടികവിഭാഗക്കാർക്ക് 5ഉം OBCക്ക് 3ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവ് അനുവദിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 20,000 രൂപ മുതൽ 37,815 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും. 600 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികവിഭാഗം, ഭിന്നശേഷി, വിമുക്ത ഭടൻ, വനിതകൾ എന്നിവർ 100 രൂപ അടച്ചാൽ മതി. ഓൺലൈൻ ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.bankofbaroda.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. മെയ് 23 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.